എനിക്ക് വയ്യ എൻ്റെ മക്കളെ. കഴിഞ്ഞ ദിവസം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഒഡീഷയിൽ എന്തോ ഒരു ജിത്തു മുണ്ടയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു അസ്ഥികുടം തോളത്തിട്ടുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യം, ഒരു ബാങ്കിനുള്ളിലേക്ക് കയറി പോകുന്ന ദൃശ്യം, ബാങ്കിന്റെ ഉള്ളിൽ മാനേജർക്ക് മുൻപിൽ ഈ അസ്ഥികൂടം കാണിക്കുന്ന ചിത്രം, അതിന് വലിയ വലിയ ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നരഭോജികളും ഇസ്ലാമിക ജിഹാദികളും രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച കൊങ്ങികളും ഒക്കെ അങ്ങനെ വിലപിക്കുന്നത്, മോങ്ങുന്നത്. നോക്കൂ, ഒഡീഷ എന്ന് പറയുന്ന ഒരു നാട്, കേരളത്തെ കുറിച്ചൊന്നും ആരും മുണ്ടില്ല. കേരളം പ്രബുദ്ധനാണല്ലോ, അതുകൊണ്ട് ആരും മുണ്ടല്ലേ കേട്ടോ മക്കളെ, മുണ്ടല്ലേ. എന്തായാലും ഒഡീഷയിൽ സംഭവിച്ച കാര്യമാണെന്നാണ് പറയുന്നത്. എന്നാൽ ചിന്തിക്കുക, ഈ അസ്ഥികൂടത്തെയും പേറിക്കൊണ്ട് ഒരു സഹോദരൻ തന്റെ സഹോദരിയുടെ അസ്ഥികൂടമാണ്, അത് ബാങ്കിലേക്ക് കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ, ബാങ്കിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയാമോ? തന്റെ സഹോദരിയുടെ പേരിൽ കുറച്ച് പൈസ ബാങ്കിലുണ്ടായിരുന്നു, അത് അവകാശിയുള്ള തനിക്ക് കിട്ടാൻ വേണ്ടി ബാങ്കിൽ കുറെ നാൾ കയറി ഇറങ്ങിയത്രേ. അപ്പൊ ബാങ്കിലത്തെ ആളുകൾ പറഞ്ഞു, ഇതിന്റെ അക്കൗണ്ട് ഹോൾഡർ ആരാണോ അവര് വന്നാലേ ഈ കാശ് കിട്ടുള്ളൂ. അത് എല്ലാ ബാങ്കും എല്ലാ നാട്ടിലും, കേരളം എന്നല്ല, ഒഡീഷ എന്നല്ല, ഏത് സംസ്ഥാനത്തും ഈ രാജ്യത്തെ ലോകത്താകമാനം ബാങ്കുകൾ അത് തന്നെ പറയാ. അങ്ങനെ ഇത് കേട്ടപ്പോ നമ്മുടെ ഒഡീഷയിൽ ഈ ജിത്തു മുണ്ട എന്ന് പറയുന്ന ഈ ചങ്ങാതി ശവക്കുഴി മാന്തിക്കൊണ്ട് ദ്രവിച്ചു തീരാറായുള്ള തന്റെ സഹോദരിയുടെ അസ്ഥികൂടം തോളിൽ ഒരു ചാക്കിൽ കെട്ടി ചുമന്നുകൊണ്ട് ഇങ്ങനെ ബാങ്കിലേക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ, ബാങ്കിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് ബാങ്കുകൾക്ക് മുൻപിൽ ഇത് കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ സഹോദരി, ഇനി എനിക്ക് എൻ്റെ കാശ് തരൂ എന്നുള്ളത്. നോക്കൂ, ഈ നട്ടാൽ കിളിർക്കാത്ത ഇത്തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ലോക നേതാവ്, അദ്ദേഹം ഈ രാജ്യം ഭരിക്കുമ്പോൾ ആ രാജ്യത്തിനെതിരെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ തൂറിത്തോപ്പിക്കുക, തുപ്പിത്തോപ്പിക്കുക എന്നൊക്കെ വിട്ട് തൂറിത്തോപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ജിഹാദി നരഭോജികൾ എത്തിയിരിക്കുന്നു. ഈ രാജ്യം കട്ടുമുടിച്ച 6.5 പതിറ്റാണ്ട് ഈ രാജ്യത്തെ ഭരിച്ചിട്ട് ഒഡീഷ പോലെയുള്ള സ്ഥലത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ടോ നരേന്ദ്രമോദിജിക്കെതിരെ ഏതെങ്കിലും ഒക്കെ പയറ്റാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുകയാണ്. ഇനി ഇതിലെ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഇത് കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ കണ്ടു. കോടിയേരി എന്ന് പറയുന്ന ഒരുത്തൻ മരിച്ചുപോയി. അയാളുടെ 2 മക്കളിൽ ഒരുത്തനുണ്ടല്ലോ, മയക്കുമരുന്ന് കേസിലൊക്കെ ഉള്ളിപ്പോയ ബിനീഷ് കോടിയേരി, ഒരുത്തൻ DNA കേസിലും ഒരുത്തൻ ഈ പറയുന്ന മയക്കുമരുന്ന് കേസിലും. രണ്ടും കൊണമുള്ള 2 മക്കളാണുള്ളത്. എന്നാൽ ഈ ബിനീഷ് എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് കേസിൽ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഇവനും ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിജി ഫുട്ബോൾ കളിക്കുന്നു, മറുഭാഗത്തോ ഈ ജിത്തു മുണ്ട എന്ന് പറയുന്ന ഒഡീഷക്കാരൻ ഈ തോളിൽ തന്റെ സഹോദരിയുടെ അസ്ഥി പഞ്ചരവും ഏറ്റിപ്പിടിച്ച് തന്റെ സഹോദരിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലെ ആ പണം കിട്ടാൻ വേണ്ടി പോകുന്നു. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നോമിനി ആരാണ് എന്നുള്ളത്. എന്താ നോമിനി? നോമിനി എന്നാൽ ഈ അക്കൗണ്ട് ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പണം അതല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ വല്ലതുമുണ്ടെങ്കിൽ ആർക്കാണ് നൽകേണ്ടത്, ആരാണ് അതിന്റെ അവകാശി എന്നുള്ളതാണ് നോമിനി. അത്തരത്തിൽ ആ നോമിനിയായിട്ടുള്ള ആൾക്ക് ഈ അക്കൗണ്ട് ഹോൾഡർ മരിച്ചുപോയി എങ്കിൽ എങ്ങനെയാണ് കാശ് കിട്ടുക? നമ്മൾക്കറിയാം, ജനന സർട്ടിഫിക്കറ്റ് പോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത്. ഈ മരണ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നോമിനി ഈ പറയുന്ന ജിത്തു മുണ്ട എന്ന് പറയുന്ന ഈ അസ്ഥി പഞ്ചരം തോളിലേറ്റി നടന്നു എന്ന് ഇവിടെ വാദിക്കുന്ന ജിഹാദികളും കമ്മികളും കൊങ്കികളും പറയുന്ന ആ സഹോദരനാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് അവർക്ക് കൊടുക്കും. ഇനി വലിയ തുകയാണെങ്കിൽ കോടതിയിൽ നിന്നുള്ള പേപ്പറുകൾ കൂടി വേണ്ടി വരുമെന്നുള്ള മിനിമം നിയമമൊക്കെ അറിയാത്തവരാണോ ഈ കേരളത്തിൽ? അല്ലെന്നേ. അറിഞ്ഞിട്ടും ഈ അറിയുന്ന മലയാളികളെ വിഡ്ഢികളാക്കിക്കൊണ്ട്, വിഡ്ഢി കൂശ്മാണ്ഡമാക്കിക്കൊണ്ട് പ്രബുദ്ധനാണെന്ന് ഞാനും പറഞ്ഞു നടക്കുന്ന മലയാളി, എന്നിട്ട് അതിനടിയിലൊക്കെ ഇടുന്ന കമന്റ് ഉണ്ട്, ഓ ഭരിക്കുന്നവൻ ഇതൊന്നും അറിയണ്ടല്ലോ, പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ട് എന്തെന്നറിയാമോ? നോക്കൂ, ഇവിടെയാണ് ഞാൻ പറയുന്നത്, 6.5 പതിറ്റാണ്ട് ഈ നാട് ഭരിച്ചിട്ട് ഒഡീഷ പോലെയുള്ള ആ സ്ഥലത്തെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ 65 വർഷം ഭരിച്ച കോൺഗ്രസ് രാജ്യദ്രോഹികൾക്ക് എന്ന് തന്നെ പറയണ്ടേ, ഈ രാജ്യം ദ്രോഹിച്ച് കട്ടുമുടിക്കുകയല്ലാതെ എന്തായിരുന്നു ഇവറ്റകൾ ചെയ്തത്? നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്ന 2014 ശേഷം ഈ രാജ്യം 2014 ശേഷവും 2014 മുൻപും എന്ന ആ ചരിത്രം പോലും ഇവിടെ പിറന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തേജോവധം ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി ഇത്തരം വിഡ്ഢി കഥകളും ഒക്കെ ആയി ഇറങ്ങുന്ന ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രബുദ്ധനാണ് ഞാനെന്നും പറഞ്ഞു നടക്കുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ മണ്ടശിരോമണിയായിട്ടുള്ള മലയാളി ഉണ്ട് എന്നുള്ളതാണ് ഇവന്മാരുടെയൊക്കെ ഈ വിഡ്ഢിത്തം പ്രചരിപ്പിക്കാനുള്ള ചേതോ വികാരത്തിന് കാരണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കുക, 20നും മുകളിൽ സ്ഥാനമുണ്ടായിരുന്ന ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇന്ന് ഒറ്റ അക്കത്തിലേക്ക് 4ഉം 3ഉം ഇനി 2ഉം 1ഉം ഒക്കെ നേടാൻ വേണ്ടി മാസങ്ങൾ മാത്രം മതിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നരേന്ദ്രമോദിജി RSS, BJP, ഹിന്ദുത്വ സംഘടനകൾ, ഹിന്ദുക്കൾ എന്നങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ചൊറി കുത്തി ഒലിക്കുന്ന കേരളത്തിലെ വട്ടച്ചൊറിയുള്ള ഒരുപാട് എണ്ണമുണ്ട്. ആ വട്ടച്ചൊറിക്കാർ പടച്ചുവിടുന്ന ഈ പോസ്റ്റ് കണ്ട് വിവരമുള്ളവർ ചിരിക്കും, അല്ലാത്തവന്മാരോ അതിന് താഴെ പോയിട്ട് കമന്റ് ഇട്ടുകൊണ്ട് നരേന്ദ്രമോദിയെയും അതല്ലെങ്കിൽ RSSനെയും BJPയെയും ഹിന്ദുത്വ സംഘടനകളെയും ഹിന്ദുക്കളെ ഒന്നടങ്കം പച്ച തെറി വിളിക്കുമെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ് കേട്ടോ. എന്നിട്ട് കേരളീയർ സ്വയം വിളിക്കുന്ന പേരാണ് എന്നെ ഞാൻ വിളിക്കാതെ വിമൽ കുമാർ എന്ന് കുഞ്ഞിക്കൂനലിൽ ദിലീപിന്റെ കഥാപാത്രം പറയുന്ന പോലെ ഇവിടെ എന്നെ സ്വയം ഞാൻ വിളിക്കുന്നത് പ്രബുദ്ധൻ എന്നാണ് മണ്ടൻ മലയാളി പറയുന്നത്. ഈ മണ്ടൻ മലയാളിയുടെ തലയിൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ ഭരിച്ച ഇടതും വലതും മാറി മാറി ഭരിച്ച ഈ നാടിനെ ഇനിയും കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇടതിനും വലതിനും വീതിച്ച് നൽകുമോ എന്ന ചിന്ത, ചോദ്യം മാത്രം മതി ഇവറ്റകളുടെ പ്രബുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ആ ഒരു അളവ് നമുക്ക് കിട്ടാൻ. എന്തായാലും നരേന്ദ്രമോദിജി പന്ത് കളിക്കുമ്പോൾ ഇപ്പുറത്ത് അസ്ഥികൂടം തന്റെ തോളിൽ ചുമന്നുകൊണ്ട് ബാങ്കിൽ തനിക്ക് കിട്ടേണ്ട തന്റെ സഹോദരിയുടെ ആ ഒരു പണം കിട്ടാൻ വേണ്ടി ബാങ്കിലേക്ക് പോകുന്ന സഹോദരനെ കണ്ടോ 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 ഉണ്ടോ 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 എന്നും പറഞ്ഞ് മോങ്ങുന്ന ഡാഷുകളെ, നിനക്കൊക്കെ ഇതിന്റെ വില മാത്രമേ തരുന്നുള്ളൂ, ഈ നമസ്കാരം മാത്രമേ തരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ എന്താണ് മാന്യ പ്രേക്ഷകരെ പറയേണ്ടത്? മലയാളിയുടെ പ്രബുദ്ധതയൊക്കെ ഇവിടെ പോയി. മലയാളി എങ്ങനെയാണ് അടിമയായി മാറിയത്? ഈ മലയാളിയിലെ മതേതരത്വം എന്ന ആ ഉത്തരവാദിത്തം, അതല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ആ 2 വാക്കുകളുണ്ടല്ലോ, അതെങ്ങനെയാണ് ഹിന്ദുവിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിയത്? എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെ ശബ്ദിക്കാൻ ആരുമില്ലാതായി മാറിയത്? എന്തുകൊണ്ട് ജിഹാദികൾക്കും കുഞ്ഞാടുകൾക്കും വേണ്ടി ഇവിടുത്തെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വിഭജിക്കപ്പെട്ടു എന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഹിന്ദുവേ നീ ചോദിച്ചു തുടങ്ങേണ്ടതുണ്ട്. നിനക്ക് രക്ഷ നീ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും വന്ന് നിന്നെ രക്ഷിക്കില്ല. ഈ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടിയിട്ട് വേണ്ട ഇനിയും BJPക്ക് NDAക്ക് ഭരിക്കാൻ. നരേന്ദ്രമോദിജി കഴിഞ്ഞാൽ വേറെ ആര് വന്നാലും അവർക്ക് ഭരിക്കാൻ. അതുകൊണ്ട് തന്നെ കേരളീയരെ, മലയാളികളെ, പ്രബുദ്ധ, നിന്റെ രക്ഷയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹിന്ദുവേ, നിന്റെ രക്ഷയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്റെ വോട്ട് വേണ്ട, ഇവിടെ നിന്ന് വേണ്ട എന്നുള്ളത് വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് നിന്റെ കാര്യം നോക്കാൻ ചിലപ്പോൾ കേന്ദ്രം വന്നോളണമെന്നൊന്നുമില്ല. കാരണം കേന്ദ്രത്തിനെതിരെയും ലോകത്താകമാനം ഇസ്ലാമിക ഭീകരത, ജിഹാദിസം, രാജ്യദ്രോഹികൾ പെറ്റുപെരുകുന്നൊരു നാട് ഈ കേരളമാണ്. അതുകൊണ്ട് ഈ കേരളത്തെ അന്യനാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചിന്തിക്കുന്ന നീ മനസ്സിലാക്കുക, നീ ഒരു പ്രബുദ്ധനുമല്ല, നീ വെറും മണ്ടശിരോമണി തന്നെയാണ്, നീ വെറും അടിമ തന്നെയാണ്. കോൺഗ്രസ് കമ്മികളുടെ, ജിഹാദികളുടെ അടിമ മാത്രമാണ് നീ. അവർ എറിഞ്ഞു തരുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന നിന്റെ ആ വോട്ടുകളുണ്ടല്ലോ, അത് നീ ഇടതിനും വലതിനും ജിഹാദികൾക്കുമൊക്കെ വാരിക്കോരി കുത്തിക്കൊടുത്ത് അവരെ വിജയിപ്പിച്ച് നിന്റെ നെറുകന്തല തല്ലി തകർക്കുന്ന രീതിയിലേക്ക് ഈ നാടിന്റെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നിന്റെ ഈ ചൂണ്ടുവിരലിന് ശക്തിയുണ്ട് എന്ന ബോധമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന, അടിമയായി ജീവിക്കുന്ന നിനക്ക് വേറെ ഒരു രക്ഷയുമില്ല. കാലാകാലം അടിമയായി ജീവിക്കുക, നിന്റെ വരും തലമുറയെ അടിമയായി തന്നെ വാർത്തെടുക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ജിഹാദികളും കാട്ടിത്തന്ന ആ വഴിയിലൂടെ മാത്രം നീങ്ങുന്ന നീ എന്ന് ഈ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഈ പറയുന്ന ദേശീയതയോടൊപ്പം നിൽക്കുന്നുവോ അന്നേ നിനക്ക് രക്ഷയുള്ളൂ. അതുവരെ നിന്നെ പറ്റിക്കാൻ വേണ്ടി, ബോധവും നിലയും വിലയുമില്ലാത്ത നിന്നെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലെ തോളത്ത് അസ്ഥി പഞ്ചരം ഇട്ടുകൊണ്ട് ബാങ്കിലേക്ക് പോകുന്ന ഈ ജിത്തുമുണ്ടമാരെയൊക്കെ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചു എന്ന് വരും. അത് നിന്നെ പറ്റിച്ചാൽ നീ പറ്റിക്കപ്പെടുമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നീ പറ്റിക്കാനായുള്ള ഇരയായി മാത്രം വാഴാതെ ഇനിയെങ്കിലും കണ്ണു തുറന്ന് തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.